ഇന്ന് ഈ പത്രസമ്മേളനത്തിന് എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. റോയൽ കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ സുരേഷ് വേണുഗോപാൽ, പ്രിൻസിപ്പൽ ഓഫ് RCET. ഈ ഒരു അഭിമാന നിമിഷത്തിലേക്ക് റോയലിനെ എത്തിച്ച ഡോക്ടർ അമൽ തോമസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, Dr. Rahul B, Assistant Professor of Artificial Intelligence and Data Science Department. ഞാൻ ജീഷ്മ ജോൺ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സെയിം ഡിപ്പാർട്ട്മെന്റ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്സ് അല്ലെങ്കിൽ ഗവേഷണം എന്ന മേഖലയിലെ അപ്പുറമായി ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്കുള്ള ചുവടുവെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു നേട്ടത്തെ ഞങ്ങൾ കണക്കാക്കുന്നത്. നമ്മുടെ കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ അമൽ തോമസ് സർ, IIT പാലക്കാട് ഐഹബ് പ്രൊഡക്ഷന്റെ ഒരു ഇമ്പാക്ട് 3 എന്ന പ്രോഗ്രാമിലൂടെ 22 lakhs ഒരു റിസർച്ച് ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേവലം ഒരു റിസർച്ച് ഫണ്ട് എന്നതിൽ ഉപരിയായി സമൂഹത്തിനെ വളരെയധികം ഉപയോഗപ്രദമാക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഈ സാമൂഹികപരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സെക്യൂരിറ്റി വീഴ്ചകളെല്ലാം പല മേഖലയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു സൊല്യൂഷനായി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനായാലും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനായാലും തൊഴിലവസരങ്ങൾ നൽകുവാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഒരു റിസർച്ച് ഏരിയയാണ് ഇത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുന്നതിന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഡോക്ടർ സുരേഷ് വേണുഗോപാൽ, പ്രിൻസിപ്പൽ ഓഫ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അക്കിക്കാവ്, തൃശൂർ. ജിഷ്മ ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പറഞ്ഞ പോലെ തന്നെ IIT പാലക്കാട് ടെക്നോളജി ഐഹബ് ഫൗണ്ടേഷൻ, അതിൻ്റെ അണ്ടറിൽ സാധാരണഗതിക്ക് ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള റിസർച്ച് പ്രൊപ്പോസൽസ് വാങ്ങിക്കുകയും ഇമ്പാക്ട് 3 എന്ന് പറയുന്ന അതിൻ്റെ അണ്ടറിൽ അതിന് നമുക്കിപ്പം നിങ്ങൾ പ്രപ്പോസൽ അപ്ലൈ ചെയ്ത് 22 ലക്ഷം നമ്മുടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അമൽ തോമസിന് അത് ലഭിക്കുകയുണ്ടായി. ആ സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുന്നു. പിന്നെ ഈ പത്രസമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫണ്ടഡ് പ്രോജക്റ്റ് ഒരു ക്യാമ്പസിന് കിട്ടിയെന്നതിനുപരിയായി ഈ പ്രൊജക്റ്റിൽ ഭാഗവാക്കായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളെ കൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ കൂടെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ടെക്നോളജി കൊൽക്കത്ത, JKLU യൂണിവേഴ്സിറ്റിയാണത്, ജയ്പൂർ, അതുപോലെ തന്നെ CCTV പ്രൊഡക്ഷനിൽ വൺ ഓഫ് ദ ഐക്കണിക് കമ്പനി ആയിട്ടുള്ള ഡെലോപ്റ്റ് ബാംഗ്ലൂർ. ഈ രണ്ട് സ്ഥാപനങ്ങൾ, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു ഇൻഡസ്ട്രിയും കൂടെ അതിന്റെ ഭാഗമായി ചേർന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എഡ്ജ് ബേസ്ഡ് CCTV ക്യാമറ, റിയൽ ടൈം, അതായത് നമ്മുടെ പബ്ലിക് സേഫ്റ്റി റിയൽ ടൈം ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്യാമറയാണ് വികസിപ്പിച്ചെടുക്കാൻ പോകുന്നത്. ആ AI സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്പെഷ്യൽ CCTV ക്യാമറ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് IIT പാലക്കാടിന്റെ ടെക്നോളജി ഐഹബ് ഫൗണ്ടേഷൻ 22 ലക്ഷം രൂപ ക്യാമ്പസിനും അതുപോലെ തന്നെ മെയിൻ ഇൻവെന്റർ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഡോക്ടർ അമൽ തോമസിനും നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, പലപ്പോഴും പല ഫണ്ടഡ് പ്രോജക്റ്റുകളും ഒരു റിസർച്ച് പേപ്പറായിട്ടോ ഒരു പേറ്റന്റ് ആയിട്ടോ മാത്രം ഒതുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ആ ടെക്നോളജി, ഇപ്പൊ ക്യാമ്പസിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെലോപ്റ്റ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ CCTV പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുകയാണ്. ഈ ഫണ്ട് തന്നെ മെയിനായിട്ടും IIT പാലക്കാട് കൊടുക്കുന്നത് അക്കാഡമിയ ടു ഇൻഡസ്ട്രി ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറും റിസർച്ച് പേപ്പറുകളിലോ പേറ്റന്റുകളിലോ ഒതുങ്ങാതെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റിനെ പറ്റി, മേക്ക് ഇൻ കേരള കോൺസെപ്റ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചൈനീസ് കമ്പനികളായിട്ടുള്ള ഹിക്വിഷൻ, അതുപോലെ TP-Link പോലത്തെ
ഇന്ന് നമ്മുടെ CCTV മേഖലയിൽ വാണുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്യാമറകളുടെ ബാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. കാരണം ഡാറ്റ സെക്യൂരിറ്റി തീരെയില്ല. നമ്മുടെ ഡാറ്റ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യൻ വിപണികൾ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യാവസായിക കേന്ദ്രങ്ങൾ CCTV പ്രൊഡക്ഷന് വേണ്ടി മുന്നോട്ട് വരുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏറെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു മേഖലയിലേക്കും ഒരു ചുവടുവയ്പ്പാണ് ഈ AI സപ്പോർട്ടഡ് CCTV ക്യാമറ നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 22 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ ഭാഗമായി 8ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഇപ്പൊ അത് 8 വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. ഏകദേശം 80,000 രൂപ ഒരു വ്യക്തിക്ക് സാലറി എന്ന നിലയ്ക്ക് 8 വേക്കൻസീസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തൊഴിലവസരങ്ങൾ കൂടെ അതിന്റെ ഭാഗമായിട്ട് ജനിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെ ഇന്റേൺഷിപ്പ് എന്ന് പറയും, നമുക്കറിയാം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലെ കുട്ടികൾക്കും ഇന്റേൺഷിപ്പായിട്ട് പല സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുണ്ട്. പലയിടത്തും അത് ഫേക്ക് ആയിട്ട് നടക്കുന്നുണ്ട്. പലയിടത്തും ട്രെയിനിങ്ങിന് ഇന്റേൺഷിപ്പ് എന്നുള്ള പേരിൽ വിളിക്കുന്നുണ്ട്. റിയലി ഇന്റേൺഷിപ്പ് മീൻസ് ഇൻഡസ്ട്രി വർക്ക് പ്ലേസ് എക്സ്പോഷർ. അതുകൂടെ കൊടുക്കാൻ നമുക്കൊരു 10ഓളം വിദ്യാർത്ഥികൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ സ്റ്റേറ്റ്മെന്റിൽ 10ഓളം വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളത് വളരെ സന്തോഷം. ഇതിന്റെ പ്രായോഗിക ഉപയോഗം, ഈ ഒരു CCTV ക്യാമറ പ്രത്യേകത, സാധാരണ CCTV ക്യാമറയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഒരു ക്ലൗഡിലേക്കോ അല്ലെങ്കിൽ സെർവറിലേക്കോ പോയി പിന്നീടാണ് അതിന്റെ അനാലിസിസ് നടക്കുന്നത്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത, റിയൽ ടൈം ആയിട്ട് ക്യാമറയ്ക്ക് അകത്ത് വെച്ച് തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തി റിയൽ ടൈമിൽ തന്നെ അത് ഉദ്യോഗസ്ഥർക്ക് സെക്യൂരിറ്റി അലേർട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ശബരിമല പോലെയുള്ള തിരക്കേറിയ സ്ഥലങ്ങള്, അതുപോലെ ഉത്സവങ്ങള്, പെരുന്നാളുകള്, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ട്, അല്ലെങ്കിൽ സ്റ്റേഡിയംസ്, പബ്ലിക് മീറ്റിംഗ്സ്, പലയിടത്തും വീഴ്ചകൾ, ഇപ്പം കൊക്കയിലേക്കൊക്കെ വീണ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം സെക്യൂരിറ്റി ത്രെറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം റിയൽ ടൈം ആയിട്ട് ക്യാമറയിൽ എടുക്കുന്ന ആ ഇമേജും വീഡിയോസും അത് അപ്പോൾ തന്നെ അനലൈസ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട്, സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന ഒരു വളരെ നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ അമൽ അദ്ദേഹത്തിന്റെ PhD വർക്കിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ US പേറ്റന്റോട് കൂടി ഇപ്പൊ ഡെലോപ്റ്റ് എന്ന കമ്പനി അക്വയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റോയൽ ക്യാമ്പസിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തി വരുന്നു. ഇതില് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എന്റെ പ്രിയങ്കരനായ ഡോക്ടർ അമൽ തോമസിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. സോ വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ സാർ പറഞ്ഞ പോലെ ഓൾറെഡി നമുക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഐ വിൽ ജസ്റ്റ് ബ്രീഫ്ലി റിപ്പീറ്റ് ഇറ്റ്. ലൈക്ക് ഡ്യൂറിങ് മൈ PhD ടൈം, കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്, PhD ടൈമിലാണ് ഈ കറന്റ്ലി ഇപ്പോൾ IST കൊൽക്കത്തയിലത്തെ പ്രൊഫസറായിട്ടുള്ള ഒരു ഡോക്ടർ പൊദ്ദാർ, അതുപോലെ തന്നെ JKLU ജയ്പൂരത്തെ ഒരു ഡോക്ടർ നായിഡു, ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ വിഷൻ ഏരിയയിലായിരുന്നു എൻ്റെ PhD. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അത് പ്രോഗ്രാം ചെയ്തു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. FPGA ഒക്കെ പോലെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മളതിന് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, അത് വാലിഡേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് സർട്ടിഫൈ ചെയ്യുന്നതാണ് US ഗവൺമെന്റിന്റെ US പാറ്റന്റ്. ഇന്ത്യൻ പാറ്റന്റും ഓസ്ട്രേലിയൻ പാറ്റന്റ്, പല കൺട്രീസിനും പാറ്റന്റ് ഉണ്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻവെൻഷൻ. അപ്പൊ നമ്മൾ ഏറ്റവും ടഫായിട്ട് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും സങ്കീർണമായിട്ടുള്ള റിവ്യൂ പ്രോസസ് ഉള്ളതാണ് US പാറ്റന്റ്. അപ്പോൾ US പാറ്റന്റിന്റെ ഓഫീസിലേക്ക് നമ്മൾ നമ്മുടെ ടെക്നോളജി അപ്ലിക്കേഷൻ അയച്ചു. 1.5 വർഷത്തോളം അത് പല റിവ്യൂവിന് ശേഷമാണ് ഈ ടെക്നോളജി അവർ വാലിഡേറ്റ് ചെയ്ത് അതൊരു ഇൻവെൻഷൻ ആയിട്ട് നമുക്കത് സർട്ടിഫൈ ചെയ്ത് വന്നത്. അതിനുശേഷം എൻ്റെ PhDയുടെ റിവ്യൂ നടക്കുന്ന തെസിസിന്റെ റിവ്യൂ ടൈമിലാണ് ഞങ്ങൾ അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കമ്പനികളായിട്ട് അപ്രോച്ച് ചെയ്തു. ഫൈനലി ഡെലോപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അത് JK ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. വെരി ബിഗ് കമ്പനിയാണ്. അവർ ആക്ച്വലി ഒരു CCTV ക്യാമറ മാനുഫാക്ചറിങ് മാത്രമല്ല, അവർ ഒരു ഡിഫൻസ് സർവൈലൻസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഒരു നോട്ട് ജസ്റ്റ് എ ടിപ്പിക്കൽ CCTV മാനുഫാക്ചറിങ് കമ്പനി. അവർ DRDOയിലൊക്കെ ഓൾറെഡി പ്രൊഡക്ട്സ് കൊടുക്കുന്നതാണ്. വേരിയസ് IITs ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ നമ്മുടെ ഡിസൈൻ ഫയൽസ് ഒക്കെ അയച്ചു കൊടുത്തു. അവര് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ഓവർ അവർ പാറ്റന്റ്. അപ്പോൾ വൺസ് ദേ ടേക്ക് ഓവർ വി വിൽ ഗെറ്റ് സം remuneration and royalty and all. But
അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അവര് അതിനൊരു ലെറ്റർ ഓഫ് ഇന്റന്റ് എന്ന് പറഞ്ഞിട്ട് കൊമേഴ്ഷ്യലൈസേഷനുള്ള ഒരു അപ്രൂവൽ ഞങ്ങൾക്ക് അവർ സിഇഒ തന്നു. മീൻസ് ഞങ്ങൾ ഇൻവെന്റേഴ്സിന്, ഞാനാണ് മെയിൻ ഇൻവെന്റർ, എൻ്റെ PhD വർക്കായിരുന്നു തെസിസിന്റെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനുശേഷം ആ സമയത്താണ് IIT പാലക്കാട് ടെക്നോളജി ഐ ഹബ് ഫൗണ്ടേഷൻ, IIT പാലക്കാടിന്റെ ഒരു ഫണ്ടിങ് പ്രോഗ്രാം ഇമ്പാക്ട് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിങ് പ്രോഗ്രാം ഓൺ ഗോയിങ് വന്നത്. അപ്പൊ അതിൽ കാറ്റഗറി 1B ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് അക്കാഡമിക്കലി ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റിന് ഒരു പാറ്റന്റ് ഉണ്ടാവണം, ആ പാറ്റന്റ് ഗ്രാൻഡ് ആയിരിക്കണം, ഒപ്പം തന്നെ ഈ പാറ്റന്റ് ടെക്നോളജീനെ ഏറ്റെടുക്കാൻ ഒരു കമ്പനിയുടെ വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. ഇത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കാറ്റഗറീസ് അപ്ലിക്കൻസ് മാത്രമാണ് കാറ്റഗറി 1B പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഗ്രാൻഡ് കോളാണ്. അപ്പൊ അതിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ 2-3 റൗണ്ട്സ് നമ്മളതിനെ ഷോർട്ട് ലിസ്റ്റ് ആയി. IIT പാലക്കാടൊക്കെ പോയിരുന്നു, അതിന്റെ ഇന്റർവ്യൂ, അതിന്റെ വാലിഡേഷൻ കാര്യങ്ങളൊക്കെ, പ്രൂഫ് ചെക്കിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഫണ്ട് റിസീവ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഹൈബ്രിഡ് മോഡിലായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ്. മെജോറിറ്റി നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളും ഇപ്പോൾ ഈ ഫണ്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള നോൺ റെക്കറിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ കോസ്റ്റും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ച് നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കും. ഒപ്പം തന്നെ ഈ ക്യാമറയുടെ പൈലറ്റ് ടെസ്റ്റിങ്ങുകൾ, അതായത് ബേസിക്കലി ടെക്നിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ TRL ലെവൽ എന്ന് പറയും. കറന്റ്ലി പ്രൊഡക്റ്റ് ഒരു TRL ലെവൽ 4 ഇനി ഇതിനെ TRL ലെവൽ 8 മാറ്റണം, അതായത് ഒരു പബ്ലിക് ലെവലിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ ബാംഗ്ലൂരും ഈ വെഞ്ചറിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഇന്റേൺസും ബാംഗ്ലൂരും ഈ ഡെലോപ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലും പാരലലി വർക്ക് ചെയ്ത്, റോയൽ കോളേജിലും ബാംഗ്ലൂരും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്രൊഡക്റ്റിന്റെ ഫൈനൽ രൂപത്തിലേക്ക് എത്തുക. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ പാറ്റന്റിന്റെ കറന്റ്ലി ഞങ്ങളാണ് റൈറ്റ്സ്, നമ്മളത് ഡെലോപ്റ്റ് എന്ന കമ്പനിക്ക് കൊടുക്കും. അപ്പൊ ഈ വെഞ്ചറിന്റെ ഒരു സപ്പോർട്ടാണ് IIT പാലക്കാട് ടെക്നോളജി ഐ ഫൗണ്ടേഷൻ നമുക്ക് ഒരു ഗ്രാൻഡ് പോലെ നമുക്ക് തന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ഗ്രാൻഡുകൾക്ക് ഇനിയും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ വെർഷൻ ഓഫ് പ്രൊഡക്ട്സ്, ഇപ്പൊ സ്ട്രൈഡ് എന്ന് പറഞ്ഞ സീരീസിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ ചില അപ്ലിക്കേഷൻസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ. അതായത് ചില സ്മാർട്ട് സിറ്റീസ്, മാളുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ഡെവലപ്ഡ് പറയാറുള്ളത് ചില ആളുകളെ നമുക്ക് ട്രാക്ക് ചെയ്യണം. ഇപ്പൊ എയർപോർട്ട് അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഒരു ഗൺ ഉണ്ട്, അപ്പൊ ആ ഗണ്ണിന്റെ ഒരു ഷേപ്പ് നമുക്ക് ക്യാമറയിൽ കമ്പ്യൂട്ടറേഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ വ്യക്തി അറിയാതെ തന്നെ നമുക്ക് ആ വ്യക്തിനെ ട്രാക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വ്യക്തി നടന്നു പോവാണ്, അപ്പോൾ മാളിലൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ടെററിസ്റ്റ് അങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യുന്നത് അവര് ഒക്ലൂഷൻസ്, അതായത് ചില മതിലുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബീമുകളുടെ ബാക്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കും ആ ക്യാമറയുടെ ഹിഡൻ സ്പോട്ടുകളിൽ. അപ്പൊ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു വ്യക്തിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ബീമിന്റെ ഗ്യാപ്പിൽ ഇഫ് ഹി സ്റ്റേഡ് ഫോർ മോർ ദാൻ മേ ബി 1 minute or 2 minutes, ദാറ്റ് മീൻസ് ഹി ഈസ് ഹൈഡിങ് ദർ, ഹി ഈസ് ഡൂയിങ് സംതിങ്. അത്തരത്തിലുള്ള ഇന്റലിജന്റ് ഡിസിഷൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിനല്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വ്യക്തികളെ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള അൺയൂഷ്വൽ ആക്ടിവിറ്റീസ്, നമുക്ക് അതിനൊരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ എല്ലാ ആക്ടിവിറ്റി പാരാമീറ്റേഴ്സും സാറ്റിസ്ഫൈഡ് ആവുന്ന വ്യക്തികളെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ ഒരു എയർപോർട്ട് ആണെങ്കിൽ എയർപോർട്ട് അതോറിറ്റിക്ക് ഈ ക്യാമറ പറഞ്ഞു കൊടുക്കും. ഇന്നൊരു വ്യക്തി അവന്റെ ഫോട്ടോ, ആളുടെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൂപ്പർ യൂസർ, എയർപോർട്ട് ആണെങ്കിൽ എയർപോർട്ട് അതോറിറ്റിക്ക് അത് കൊടുക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ ആ വ്യക്തിനെ ട്രാക്ക് ചെയ്യാനും അസസ് ചെയ്യാനൊക്കെ. അതുപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ ഈ കമ്പനി ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്യണത് പിൽഗ്രിമേജുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനത്തെ സ്റ്റാമ്പീഡ് പോലത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് വരുന്നതിന്റെ കാരണം ക്രൗഡ് ഡെൻസിറ്റി കൂടുമ്പോഴാണ്. ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മുടെ പോലീസ് സിസ്റ്റത്തിലൊക്കെ പലപ്പോഴും ഉണ്ട്. കാരണം ഒരു ചെറിയൊരു ഒരു 300 സ്ക്വയർ മീറ്ററിലൊക്കെ 10,000-കണക്കിന് ആൾക്കാരൊക്കെ ചിലപ്പോൾ നിൽക്കുന്ന ചില സിറ്റുവേഷനാണ് പിൽഗ്രിമേജുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഏരിയയിൽ CCTV ക്യാമറ ഉപയോഗിച്ച് ഇന്ന ഏരിയയിൽ നമ്പർ ഓഫ് പീപ്പിൾ ഡെൻസിറ്റി കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ മോഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സ്റ്റാമ്പീഡ് എന്നുള്ളത് നമുക്ക് നമ്മുടെ CCTV ക്യാമറയ്ക്ക് അതിന്റെ പോലീസ് ആണെങ്കിൽ അതോറിറ്റിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് ഇതിന്റെ 1-2 ചില പോയിന്റ്സ് എന്നുള്ളത് സർവനോട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് വെറും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല, ഡീപ് ടെക് ജോബുകളാണ്. അതായത് NVIDIA പോലത്തെ പ്രൊസസ്സറുകളാണ്
ഈ കമ്പനി ഉപയോഗിക്കുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ ഡൊമൈൻ, AI ഡൊമൈൻ, VLSI ഡൊമൈൻ, ഇത്തരത്തിലുള്ള ഡൊമൈനുകളിൽ എക്സ്പെർട്ടീസ് ആളുകൾക്ക് അപ് ടു 80,000 പെർ മന്ത് സാലറിയിൽ നമ്മളിവിടെ ജോബ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തത് നമ്മുടെ കേരളത്തിൽ, തൃശ്ശൂരല്ല, കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് വളരെ ചുരുക്കമാണ്. സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷേ ഒരു NVIDIA പ്രൊസസ്സറൊക്കെ വെച്ചിട്ടുള്ള ഒരു റിയൽ പ്രൊഡക്റ്റ് വിച്ച് ഹാവ് എ മാർക്കറ്റ്, അതും ഒരു ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വളരെ റയർ വെഞ്ചറാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടി. ഇപ്പോൾ ഐ എം കൺക്ലൂഡിങ് ബിക്കോസ് ഐ എം താങ്ക്ഫുൾ ബിക്കോസ് ഒരു PhD റിസർച്ച് എന്ന് തുടങ്ങി അതിനൊരു പ്രൊഡക്റ്റ് ലെവലിലേക്ക് വരെ എത്താനും അതിന് ഗ്രാൻഡ് കിട്ടാനും ഒക്കെ പറ്റും. സോ വാട്ട് ഐ എം സെയിങ് ഈസ് ദ പവർ ഓഫ് അക്കാഡമിയ. ഇറ്റ് ഈസ് ആക്റ്റീവ്. പലരും അക്കാഡമിയനെ ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്യാറുണ്ട്, പക്ഷേ അക്കാഡമിക് ഇൻവെൻഷൻസ് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ടു ഇൻഡസ്ട്രി ആൻഡ് ഓൾ. So once again, thank you everybody. I will hand over to ആയിട്ട് ചോദിക്കാനുണ്ടോ? ആ, കേട്ടില്ല സാർ, എന്താ പറഞ്ഞ? അതെ, സാർ. ഇപ്പം ഇതിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ആസ് എ ഇൻവെന്റർ എന്നുള്ളതിൽ ഇപ്പോഴത്തെ ഏറ്റവും അട്രാക്റ്റീവ് എലമെന്റ് എന്നുള്ളത്, ഇത്തരം ടെക്നോളജി കറന്റ്ലി ഒരു പാറ്റന്റിന് 2 കാറ്റഗറീസ് പോർഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്നുള്ളത് ഹൂ ഈസ് ദ ഓണേഴ്സ് ഓഫ് ദ പാറ്റന്റ്. അതിപ്പോൾ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഒരു പാറ്റന്റ് അവരുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ആയിരിക്കും ഓണേഴ്സ്. പക്ഷേ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇൻവെന്റേഴ്സ് ഓഫ് ദ പാറ്റന്റ്. അത് ഗൂഗിൾ ആയിരിക്കില്ല, അത് ആ ഗൂഗിളിന്റെ പ്രൊജക്റ്റിൽ ആരാണോ വർക്ക് ചെയ്തത് ആ വ്യക്തികളായിരിക്കും. കറന്റ്ലി ഞങ്ങളുടെ പ്രൊജക്റ്റിൽ ഞങ്ങൾ തന്നെയാണ് ഇൻവെന്റേഴ്സും ഞങ്ങൾ തന്നെയാണ് ഓണേഴ്സും. പക്ഷെ ഓണേഴ്സിനാണ് ഈ പാറ്റന്റിന്റെ സ്റ്റേക്ക് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെർസെൻറ്റേജ്, ഈ ഓണർഷിപ്പ് മുഴുവൻ ഞങ്ങൾ ഡെവലപ്ഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കുകയാണ്. സ്റ്റിൽ വി ആർ ദ ഇൻവെന്റേഴ്സ് ഓഫ് ദ പാറ്റന്റ്, പക്ഷെ ഓണർഷിപ്പ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിന് ഒരു 1 ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ ഞങ്ങളത് ഒരു 30 lakhs ഒക്കെയാണ് ഇപ്പം നമ്മൾ ഡിസ്കഷനിൽ വെച്ചേക്കണത്. അവർ നമുക്ക് ഇൻവെന്റേഴ്സിന് അത് ട്രാൻസ്ഫർ ചെയ്യും. പ്ലസ് ഒരു 2% ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെയിൽസിൽ നമുക്കൊരു റോയൽറ്റി പോലെ കിട്ടും ചെയ്യും. വൺസ് ദ പ്രൊഡക്റ്റ് ഈസ് TR level 8. പിന്നെ അതായത് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി 12 മന്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 12 മന്തിൻ്റെ ഉള്ളിൽ ഫീസിബിൾ ആണ് ഈ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ്. അല്ല, പിന്നെ ഉണ്ട്, അതാണ് അതായത് ഈ പ്രൊഡക്റ്റ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് പോലെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ വിൽക്കാന്നുള്ള ഒരു എയിം അല്ല. നമ്മൾ അക്കാഡമിഷ്യൻസ്, നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചിലപ്പോൾ അത്ര സക്സസ് ആവണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ ടെക്നോളജി ഉണ്ടാക്കിയിട്ട് ഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി മോർ ദാൻ 200 crore ഒക്കെ ബിസിനസ് ഉള്ള ഒരു കമ്പനിയാണ്. അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് ഓൾറെഡി നല്ലൊരു മാർക്കറ്റ്. അതെ, 12 monthsന്റെ മൈൽ സ്റ്റോൺ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓൾറെഡി മാർക്കറ്റ് ഉണ്ട്, അവർക്ക് ഓൾറെഡി ഒരുപാട് കസ്റ്റമർ ഡിമാൻഡ് ഉണ്ട്. അതായത് ഡിഫൻസ്, DRDOയിലുണ്ട്, മാളുകളിലുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻസുകൾ, ബസ് സ്റ്റാൻഡ് ടെർമിനൽസിലൊക്കെ അവർക്ക് ഓൾറെഡി ക്യാമറ ഡിപ്ലോയ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഡിപ്ലോയ്മെന്റ് അവരെ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിലേക്ക് ഇറക്കാൻ. ഈ ടൈം ലൈൻ സാർ ചോദിച്ചല്ലോ, കറക്റ്റ് ആണ്. 12 months നമ്മൾ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആക്കി ടെക്നോളജി ട്രാൻസ്ഫർ ഷുഡ് ബി ഗിവൺ ടു ഡെവലപ്ഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് 2-3 തവണ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ IIT പാലക്കാട് കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ചെക്ക് ചെയ്യും നമ്മൾ ചെയ്യുന്നുണ്ടോ. സാർ ചോദിച്ച കാര്യം കറക്റ്റ് ആണ്. പലപ്പോഴും തുടങ്ങി വെക്കാറുണ്ട്, പിന്നെ എന്തായെന്നുള്ളത് സംശയം വരാം. അപ്പൊ തീർച്ചയായിട്ടും തീർക്കും. അത് മാത്രമല്ല ഈ 12 മാസം 80,000 രൂപയോളം ശമ്പളം വരുന്ന ജോലികളും 1 കൊല്ലത്തോളം കുട്ടികൾക്ക് ഉണ്ടാവും. ഈ സാങ്കേതിക വിദ്യ, ഡീപ് ടെക്, എഡ്ജ് AI എന്നൊക്കെ പറയുന്ന ആ ടെക്നോളജി അറിയുന്ന ആൾക്കാർക്ക് കിട്ടും. ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം അതിനകത്തുണ്ട്. വേറെ എന്തെങ്കിലും പാറ്റന്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യൻ പാറ്റന്റും അപ്ലൈ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ആ ടൈമിൽ ആലോചിച്ചത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ജേർണലുകളുണ്ട്, കോൺഫറൻസുകളുണ്ട്. പക്ഷേ ടു ഗെറ്റ് ദ മാക്സിമം വിസിബിലിറ്റി ഫോർ അവർ റിസർച്ച് വി ഷുഡ് ഗോ ഫോർ ഇന്റർനാഷണൽ US ബേസ്ഡ് ആയിട്ടുള്ള കോൺഫറൻസുകൾ, ജേർണലുകൾ, ഗ്ലോബൽ വിസിബിലിറ്റി. കാരണം നമ്മളിപ്പോൾ ഈ ടെക്നോളജി ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഒരു വിസിബിലിറ്റിക്കല്ല, നമ്മൾ ഓൾ ഓവർ വേൾഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കോമ്പീറ്റ് ചെയ്യണത്. സോ
ഏറ്റവും ടഫായിട്ടുള്ള നമ്മൾ വി ഷുഡ് എയിം ഫോർ ദ ടഫസ്റ്റ് വൺ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യമേ തന്നെ US പാറ്റന്റ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തത്. ഇനി ഇതിലൊരു വേറെ ഓപ്ഷൻ ഉണ്ട്, PCT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഭാഗമായിട്ട്. അപ്പോൾ 196 കൺട്രീസിലും ആക്സെപ്റ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു പാറ്റന്റ് ആണ്, പക്ഷെ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മൾ ഈ ഫണ്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് PCT എന്ന തന്നെ പാറ്റന്റിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. സോ it will be under the UN, it will be accepted in 196 countries. So US എടുക്കാൻ കാരണം it's a toughest one to get more global visibility. Any more queries? Yeah, one more thing. ഇതിൽ ഒരു മറ്റൊരു കാര്യം എന്നുള്ളത്, ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടും ഒക്കെ പല കൊളാബറേഷനിലുണ്ട്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഒരു മേക്ക് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതായത് ഇത്തരത്തിലുള്ള ഡീപ് ടെക് വെഞ്ചറുകൾ കേരളത്തിൽ ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ വളരെ കുറവാണ്. അത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിലും ഹാർഡ്വെയർ ആയിട്ട് ഒരു ക്യാമറ പ്രൊഡക്റ്റ്, അതുപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള ഹൈക്വിഷൻ, ദാഹുവ, TP ലിങ്ക് ഇങ്ങനത്തെ കമ്പനികളെ April 1 മുതൽ ഗവൺമെന്റ് ബാൻ ചെയ്തു തുടങ്ങി അവരുടെ ക്യാമറകൾ. കാരണം ഈ ക്യാമറകളൊക്കെ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ വിഷ്വൽസും ഒക്കെ ഒരു ചൈനീസ് സെർവറിലൂടെ പോകുന്നുണ്ടെന്നുള്ള വളരെ ക്ലിയർ എവിഡൻസ് ഗവൺമെന്റിന് കിട്ടി. അതുകൊണ്ട് April 1 മുതൽ പ്രൈം മിനിസ്റ്റർ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഇന്ത്യ കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഇന്ത്യ, അതിന്റെ വ്യക്തികളും ഇന്ത്യൻ, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിയിലുള്ള കമ്പനികൾക്കും പ്രൊഡക്റ്റുകൾക്കാണ് ഇന്ത്യ ഇനി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രത്യേകിച്ച് CCTV പോലത്തെ സർവൈവലൻസ് കേരളത്തിൽ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമുക്ക് വാട്ട് വി ആർ പ്ലാനിങ് ഇസ് ലൈക്ക് മേക്കിംഗ് കേരള പ്രൊഡക്റ്റ്. സോ നമ്മൾ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഓൾ ഇന്ത്യ ലെവലിലും മേ ബി ഇൻ ഫ്യൂച്ചർ ഓൾ വേൾഡ് ലെവലിലേക്കും ഒരു സർവൈവലൻസ് സിസ്റ്റത്തിൽ നമ്മുടെ ഒരു പൊസിഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. So once again, breeding our sincere gratitude and thanks to all the media friends from Royal College of Engineering and Technology. I am just giving 2 minutes for Dr. Rahul to conclude the session. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ അമൽ തോമസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ആകാൻ പോവാണ്. ഇത് ഒരു റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാത്രം ഒരു അഭിമാനമല്ല, നമ്മുടെ നാടിൻ്റെയും കൂടി ഒരു അഭിമാനമാണ്. കാരണം എഡ്ജ് AI ബേസ്ഡ് സ്മാർട്ട് CCTV സിസ്റ്റം. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എഡ്ജ് AI. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു CCTV സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആ CCTV ക്യാപ്ചറിങ് മാത്രമേ നടത്തുന്നുള്ളൂ. വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്തു, ഡേറ്റ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക, ക്ലൗഡിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് ഇന്റർനെറ്റ് വേണം, പിന്നെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അപ്പം നമ്മൾ വേറൊരു സെർവറിലേക്ക് നമ്മുടെ ഡേറ്റാസ് സെൻഡ് ചെയ്യുക. പക്ഷേ ഈ എഡ്ജ് AI എന്ന് വെച്ചാൽ നമ്മുടെ ഈ CCTV ക്യാമറയിൽ തന്നെ പ്രോസസ്സിങ് നടക്കും. അപ്പോൾ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, ഒരു സെർവറിന്റെ ആവശ്യമില്ല. നമ്മുടെ ആ CCTVയിൽ തന്നെ പ്രോസസ്സിങ് നടന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് വരും. പിന്നെ ഇന്റർനെറ്റ് ഇല്ലാത്ത മേഖലയിൽ പോലും നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് അതൊരു പ്രൊഡക്റ്റായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഡോക്ടർ അമൽ തോമസിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിനു വേണ്ടി നല്ലൊരു സപ്പോർട്ട് IIT പാലക്കാട്, iHub ഫൗണ്ടേഷൻസ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജ്മെന്റ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് വേണുഗോപാൽ സാർ, തുടക്കം മുതൽ അവസാനം വരെ സാറ് കണ്ടിന്യൂസ് ആയിട്ട് കൂടെ ഉണ്ടാവും. ഇപ്പോഴും സപ്പോർട്ട് സാറിന്റെ എപ്പോഴും ഉള്ള ഗൈഡൻസ് ഉണ്ടാകും. അപ്പോൾ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഈ സിസ്റ്റം അല്ലെ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ജിഷ്മ ജോൺ മിസ്സും ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പ്രതിബദ്ധത ഒരുപാടധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പദ്ധതിയിൽ നിങ്ങളുടെ കൂടെ കൈകോർക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. താങ്ക് യു.